പുതിയ വീഡിയോക്ക് അപ്പൊ ഇന്ന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറെ നാളായി നമ്മള് എന്തുണ്ടാക്കിയിട്ട് ഗ്രില്ലൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പൊ ഇന്ന് വാനരപ്പടകളെല്ലാത്തിനും നമ്മ വിളിച്ചിട്ടുണ്ട് അല്ലേ, ബന്ധക്കാര് എല്ലാരും നമ്മ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ആഘോഷമായിട്ട് ഇന്ന് നമ്മുടെ വീട്ടില് അൽഫാം ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് നിനക്ക് വേണ്ട ആദ്യം പിന്നെ അപ്പൊ നമുക്ക് ചിക്കൻ വേണം. അപ്പൊ നമ്മ ഇതേപ്പോ ഫാമിലി ആയിട്ട് ചിക്കൻ വാങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ചിക്കൻ വാങ്ങണം, അതുപോലെ തന്നെ അതിക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയൊരു ഫാമിലി വീഡിയോസ് ആട്ടാ അല്ലേ. അപ്പൊ ഇന്ന് പിടക്കല്ലേ നമ്മള് സെറ്റല്ലേ? ഓക്കെ, അപ്പൊ ചിക്കൻ വാങ്ങിച്ചിട്ട് കാണാം. ചിക്കൻ വാങ്ങാൻ എത്തിയിട്ടാ നമ്മുടെ നന്മേലി പാലത്തിന്റെ തൊട്ടപ്പുറത്തെ കട. അതെ, നല്ല പോർക്ക് ചിക്കൻ ഇതേട്ടാ നമ്മുടെ മേസിഞ്ഞാണ്ട കടയിലിട്ടാ വന്നുള്ളത്. മേസിഞ്ഞാട്ട ഒരു ഹായ് എന്നേ. മേസിഞ്ഞാട്ട കോഴി കിട്ടുന്നിട്ടാ. അപ്പൊ നമുക്ക് ചിക്കനും അതുപോലെ പോർക്കൊക്കെ ഓർഡറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മേസിഞ്ഞാണ്ട നമ്പർ അതിലിടാം. അപ്പോൾ മേസിഞ്ഞാണ്ടെ കോണ്ടാക്ട് ചെയ്താൽ നന്മ പോർക്ക് കട നമ്മുടെ കണ്ടച്ചാണ്ടത് ഒരു രക്ഷയില്ലാട്ടാ കിട്ടിയിട്ടാ. അപ്പോൾ നമുക്ക് ഈ പോർക്കിൻ്റെ ഓർഡറും ചിക്കൻ്റെ ഓർഡറൊക്കെ വന്നാൽ കൊടുക്കാം. കൊടുക്കാം ഓക്കെ അല്ലേ? അപ്പൊ കല്യാണത്തിനും ഇതിലൊക്കെ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാല് സെറ്റ് അല്ലേ? നമ്പർ കൊടുക്കില്ലേ? ഓക്കെ, അപ്പൊ നമ്മ സെറ്റ് ഉണ്ട്. അപ്പൊ ഇതിന് കട. അപ്പൊ ലൊക്കേഷൻ വരെ നമ്മുടെ കണ്ടശ വാടൻപള്ളിന്ന് തൃശ്ശൂർക്ക് പോണ റൂട്ട് നേരെ പാലിറങ്ങി കഴിഞ്ഞാല് തൊട്ടപ്പുറത്തെ കട കേട്ടാ. അപ്പൊ സാധനങ്ങൾ അടിച്ച് നമ്മ വീട്ടിലെത്തിയിട്ടാ കൂട്ടുകാരെ. അപ്പൊ അതേ ഇനി ചിക്കൻ കഴുകുക, മസാല പടയ്ക്കുക, റെസ്റ്റ്. അപ്പൊ അതേ ചിക്കനൊക്കെ കഴുകി ചിക്കൻ്റെ ലിവർ കഴുത്തൊക്കെ അതായത് നമ്മൾ ഫ്രിഡ്ജിൽ തേക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സൂപ്പർ മസാല ഉണ്ടാക്കണം. എന്നിട്ട് വേണം വൈകിട്ടേക്കുള്ള ചിക്കനൊക്കെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടേക്ക് നമുക്ക് ബാർബിക്ക് അടിക്കണം. ഇന്ന് പെട്ടക്കണം നമ്മൾ ഈ സിപ്പപ്പ് ഫ്രിഡ്ജിലുണ്ടെന്നാ പടച്ചു. അൽഫാമിനുള്ള മസാലയ്ക്കായിട്ട് നമ്മുടെ ഈസ്റ്റൻ്റെ ഒരു മസാല, അറബിക് മസാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മസാലയാണ് നമ്മൾ ചെയ്യണത്. കബാബ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പിടയ്ക്കാണ് ഇത് ഇട്ടിട്ടാണ് നമ്മൾ ഒരു മസാല ഉണ്ടാക്കണം കേട്ടോ. എൻ്റേതായ ഒരു ഇഷ്ടത്തിനാണ്, എൻ്റേതായ ഒരു വൈബിനെ മാത്രമായിട്ടാണ് ഈ മസാല ഉണ്ടാക്കുന്നത്. പടയ്ക്കാൻ നമുക്കപ്പോൾ ദിസ് ഈസ് മാഗി ക്യൂബ് ഇതും വേണം. ദിസ് ഈസ് പാത്രം വേണം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇത് മസാല അടിച്ചിട്ട് വേറെ എന്തോ മസാല കൊളായി കഴിഞ്ഞാണ്ടല്ല പിള്ളേർ തന്നെ അറിഞ്ഞാൽ കീറും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചിക്കനൊക്കെ വാങ്ങിച്ച് എല്ലാം കൊളാക്കിയിട്ടുണ്ടെങ്കിണ്ടല്ല അയ്യോ ചോദിക്കാനില്ല. ദിസ് ഈസ് തൈര് ഇതും വേണം. ഇന്ന് ഞാനൊരു പൊളിക്കും ഇവിടെ. അപ്പോൾ നോക്കിയാ നമുക്ക് അടിക്കേണ്ട സാധനം മുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ പോയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് വേറെ ലുക്ക് അറ്റ് ദിസ് മസാല. അപ്പോൾ ഇത് മാഗി ക്യൂബ്. ലുക്ക് അറ്റ് ദിസ് വോയിസസ് ലെമൺ. നീരില്ലല്ലോ അതേ ഇതിൽ. നീരുണ്ട്. എൻ്റേതായ മസാലയിൽ ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ എന്തോന്ന് ലാസ്റ്റ് അറിയാം. നമ്മുടെ ഈസ്റ്റൻ്റെ മസാല കട്ടിങ്. ആവശ്യത്തിന് നമുക്ക് കാശ്മീരി മുളക് പൊടി ഇടാം. ലാസ്റ്റ് വേണ്ടത് തൈര് കൂടി ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാശ്മീരി മുളക് പൊടിയുടെ ആവശ്യമുണ്ടായിരുന്നു, പക്ഷെ തീർന്നു പോയി. അപ്പം നമുക്കിനി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് കൂടുതൽ നമ്മുടെ മസാല റെഡി ആയിട്ടാ. ടേസ്റ്റ് ആവട്ടെ. കലക്കല്ല സൂപ്പറായിട്ടാ. ലാസ്റ്റ് നമ്മുടെ ചിക്കൻ ഇനി മസാലയിൽ പടയ്ക്കാൻ പോട്ടാ. എല്ലായിടത്തേക്കും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. മസാലയിൽ ഇങ്ങനെ മുങ്ങി കിടക്കണം. ഇതേപോലെ ഉണ്ടാ. അതുപോലെ അല്ലാതെ ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ പോലെ ഒരു 2 മണിക്കൂർ റെസ്റ്റിന് വയ്ക്കണം. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. മസാല അല്ലാതെ നല്ല രീതിയിൽ പിടിക്കണം. സുഹൃത്തുക്കളെ, നമ്മൾ വെറുതെ ഒരു ക്രൈസിനെ വേണ്ടി ചെയ്യണതാ.
അല്ലാണ്ട് വലിയ രീതിയിൽ കുക്ക് ചെയ്യാനും കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ പിള്ളേർക്ക് ഒരു എൻജോയ്മെൻറ്റ്. പിന്നെ കുറേ നാളായി ബാർബിക്യൂ നമ്മുടെ വീട്ടിൽ ഗ്രില്ല് ചെയ്തിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. വീഡിയോസ് നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. നമുക്കത് പറയാനുള്ളൂ. സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവാം. പക്ഷേ നമുക്ക് ഒരു നല്ലൊരു ഫോണൊക്കെ എടുക്കണം. സാമ്പത്തികം കുറച്ച് വേണം. യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടില്ല 100% ഉറപ്പായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ നമ്മളെല്ലാവരും, അതായത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ കാര്യമുള്ളൂ. ക്ലിയർ ഇല്ല, അങ്ങനെ കുറച്ച് ഇതൊളൊക്കെ ഉണ്ട്, ഇതിന് കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് ക്രേസ് ആട്ടോ ഇങ്ങനെ ഇടണത്. അതുകൊണ്ടാണ് ഞാൻ ഇടണത്. നിങ്ങൾ കുറച്ച് പേര് അതിന് സപ്പോർട്ട് ഉണ്ടല്ലോ, അതിനെ വലിയ കാര്യം. നല്ല ക്ലിയർ ആയില്ലേ? അപ്പോൾ ചിക്കനൊക്കെ എല്ലാം സെറ്റാക്കി എല്ലാം കഴിഞ്ഞു. റസ്റ്റിനൊക്കെ വെച്ചു. ഇതേ വീടും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചു. ഇനി ഇതേ കുറച്ച് കഴിഞ്ഞാൽ ഫുഡ് അടിക്കണം. വിശക്കുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ നൈറ്റിക്കുള്ള ചിക്കനൊക്കെ മസാല പിടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാനൽപ്പട വന്നിട്ടുണ്ട്. ഞാൻ വരെ പരിചയപ്പെടത്താം. ഇങ്ങനെ എന്ത് എല്ലാവരും ക്യാമറയ്ക്ക് വേണ്ടിയുള്ള ഡീസൻറ്റ്. അയ്യോ, അങ്ങോട്ടൊക്കെ നോക്ക്. ഇതാണ് നമ്മുടെ വാനൽപ്പട. ഒരു ഹായ് അന്ന് എല്ലാവരും കൂടിയിട്ട്. നമ്മൾ സെറ്റ് ചെയ്യാൻ നമ്മുടെ ഗ്രില്ലിന്റെ സാധനങ്ങൾ അപ്പൊ അടുപ്പിൽ നമ്മൾ സെറ്റ് ചെയ്യണ ചാർക്കോളൊക്കെ കത്തിച്ച് ഫുൾ സെറ്റ് ആയി അടുപ്പിൽ. എന്താ വെച്ചാൽ മഴ വീണാൽ പുറത്തൊന്നും വയ്ക്കാൻ പറ്റില്ല. അടുപ്പിൽ നമ്മൾ ഫുൾ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു മസാല നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കാൻ സെറ്റായി വരുന്നുണ്ട് കേട്ടോ. കള്ളനും പോലീസും കളിക്കല്ലേ? കള്ളനും പോലീസും കളിക്കട്ടെ നമ്മളെല്ലാരും കൂടി. കളിയനും എല്ലാരും ഫുൾ ഓണാട്ടാ അല്ലേ? അതെ അതെ. കൊണ്ടോക്കിയല്ലേ? ഒരെണ്ണം കിട്ടിയിട്ടാ. എനിക്ക് എല്ലാവരുടെ കയ്യിലുണ്ട് കണ്ട. എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഞാൻ തൊട്ടാൻ നോക്കട്ടെ. അയ്യോ, എനിക്ക് എന്റെ കറക്റ്റ് സ്വഭാവം തന്നെ കിട്ടി. കള്ളൻ കള്ളൻ ഇതേ കള്ളൻ 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 ഇത് കള്ളൻ രാജ്ഞി രാജ്ഞി കണ്ട കണ്ട ഫുള്ളോണാട്ടോ ഇവിടെ. എനിക്ക് തന്നു. അപ്പൊ ഞാൻ എന്റെ മുതല് കൊടുക്കുന്നില്ല. സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സലാഡ്, ചിക്കൻ, ചപ്പാത്തി. ഇതേ അടുത്തൊരു ബാർബിക്യൂ കൂടി സെറ്റ് ആവുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി ഇതേ പിള്ളേരൊക്കെ വിശന്നിട്ടിരിക്കണേ. എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. പിള്ളേരൊക്കെ ഇരിക്കണടാ. ഇനി ഭക്ഷണം കഴിക്കാൻ പോണ്. ഇതുപോലെ സെറ്റ് ആക്കിട്ടാ കഴിക്കണേ. കണ്ട എല്ലാരും ഇരിക്കണണ്ട. ഇതാണ് നമ്മളൊരു സന്തോഷം. എങ്ങനെയുണ്ട്? എങ്ങനെ വേണ്ടിട്ടിയേ അളിയേ? എന്നാ